In retrospect, I realized that they changed my life. They motivated me to become a better student. And to some extent, those speakers helped me follow my bliss. Follow not anyone else's bliss, but my own bliss, my own happiness, my own path to self-fulfillment. Very often, the path you choose is not easy or widely approved by the society at large. I remember early on that I was slightly at odds with society. I had a personal and often private way of looking at and seeing and understanding and acting on my life. For example, let me describe a tiny memory. I could not have been more than 8 years old. I was walking in the company of a few adults. We were heading from our home to Thiruvananthapuram town. It was a late summer evening. Sun was setting. It was beautiful. As we walked on, I watched the sky turn red, bright red. The clouds became radiant, mystical. The entire cosmos seemed to come into focus right there. I was so excited by that sight. I cried out to the adults, look, look. One of the adults looked at me. Instead of looking at the great cosmic drama that was unfolding right above our little Thiruvananthapuram village, one of the adults said, "Enda, adu Suryan alle." I was so disappointed. I was let down by the dismissive tone of an adult who should have known better about the great, grand exuberance in nature that was exhibited right above us. Instead of joining me in my innocent marvel about the ultimate cosmic expression that is available to a human being even now, the reality of the sun and the solar system and sunrise and the sunset, that adult had implied that it was just a sunset, just a sun. Verum Suryan. Verum Suryan എന്ന് പറഞ്ഞില്ല, മിണ്ടാതിരിക്കട ചെറുക്ക എന്നും പറഞ്ഞില്ല. പക്ഷേ അതാണ് അവർ ഉദ്ദേശിച്ചത്, വെറും സൂര്യൻ. പ്രിയ സുഹൃത്തുക്കളെ, എന്നോട് കഴിവതും മലയാളത്തിൽ പറയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷമായി അമേരിക്കയിൽ താമസിക്കുന്നത് കൊണ്ട് എൻ്റെ മാതൃഭാഷ തെല്ലൊന്ന് പഴകിപ്പോയി. ഉദാഹരണത്തിന് അടിപൊളി എന്ന വാക്ക് ഞാൻ നാടുവിടുമ്പോൾ പ്രചാരത്തിലില്ല. ആരെയും ഒരു കിടിലൻ, അവൾ ഒരു പുലി എന്നൊക്കെയുള്ള വാചകങ്ങളെ കേൾക്കാനില്ലായിരുന്നു. ഞാൻ എത്ര പഴഞ്ഞനാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. പക്ഷേ അമേരിക്കയിൽ ഇരുന്ന് നോക്കുമ്പോൾ കേരളത്തിലെ പുതിയ തലമുറ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും സുന്ദരികളും സുന്ദരന്മാരും സർവകലാ വല്ലഭരും ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ പുതിയ തലമുറ വിമോചിതരുടെ തലമുറയായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ മേയർ ആരാണെന്ന് ആലോചിച്ച് നോക്കുക. 21 വയസ്സുകാരി ആര്യ രാജേന്ദ്രൻ. 10 ലക്ഷം ജനങ്ങള് താമസിക്കുന്ന ഒരു സ്ഥലത്തിന്റെ നേതാവാണ്, 21 വയസ്സുകാരി. അതാണ് വിമോചനം വന്നിരിക്കുന്നത്. പുതിയ തലമുറ വിമോചിതരാണ്. നിങ്ങളുടെ തലമുറയാണ് ബെസ്റ്റ്. ഐ ലവ് യു. എനിക്ക് നിങ്ങളോട് അസൂയയുണ്ട്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ അധികം ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പകരം എൻ്റെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലത്തെ പറ്റിയുള്ള ചില ഓർമ്മകൾ പങ്കുവയ്ക്കാം. ധനകാര്യമന്ത്രി ഡോക്ടർ ഐസക്കിന്റെ
ബഡ്ജറ്റ് അവതരണം പോലെ മണിക്കൂറുകൾ നീണ്ടുപോയാൽ ആരെങ്കിലും എൻ്റെ അധിക പ്രസംഗം നിർത്തിക്കുമല്ലോ. നമുക്ക് ചോദ്യോത്തര വേളയിൽ കൂടുതൽ സംസാരിക്കുകയും ചെയ്യാം. കാര്യത്തിലോട്ട് കടക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ആദ്യ സംഭവം, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിടനാട് ഗവൺമെന്റ് സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണു എന്നതാണ്. വിവിധ ക്ലാസ്സുകൾ പള്ളിയിലേക്കും അമ്പലത്തിലേക്കുമൊക്കെ കാല് മാറിയപ്പോൾ എന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കാമോ എന്ന് ഞാൻ വീട്ടിൽ ചോദിച്ചു. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു അടിപൊളി ഭാഷയാണ്, ഇംഗ്ലീഷ് ഒരു കിടിലൻ സംഭവമാണ്, അപ്പോഴേക്കും എങ്ങനെയോ എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഒരു ഇംഗ്ലീഷ് പാട്ടോ ഇംഗ്ലീഷ് സിനിമയോ ഒന്നും ഞാൻ അന്ന് പരിചയപ്പെട്ടിരുന്നില്ല. എന്നെ ദൂരെയുള്ള സ്കൂളിൽ വിടാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷിയൊന്നും അന്ന് വീട്ടിലില്ലായിരുന്നു. എങ്കിലും എല്ലാവരും പ്രോത്സാഹിപ്പിച്ചതേ ഉള്ളൂ. അങ്ങനെ 6ാം ക്ലാസ്സിൽ കാഞ്ഞിരപ്പള്ളി AKJM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തി. അന്ന് വിദ്യാർത്ഥികൾ പൊതുവെ ധനികരുടെയോ ഉദ്യോഗസ്ഥന്മാരുടെയോ ഒക്കെ മക്കളായിരുന്നു. എന്നെ പോലെ കർഷകരുടെ മക്കളല്ല. എന്നെ പോലെ ഒരു 3ാംകിട പയ്യന് പറ്റിയ സ്ഥാനമല്ലല്ലോ എന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ എനിക്ക് തോന്നി. വെള്ള ഷർട്ടും നേവി ബ്ലൂ നിക്കറുമായിരുന്നു ഞങ്ങളുടെ യൂണിഫോം. പക്ഷെ തിടനാട്ട് വെച്ച് നിക്കർ തയ്ച്ചെടുത്തപ്പോൾ നേവി ബ്ലൂവിന് പകരം വെറും ബ്ലൂ ആയിപ്പോയി. ആദ്യ ദിവസം തന്നെ ക്ലാസ് ടീച്ചർ എന്നെ ശകാരിച്ചു. അധ്യാപനം ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നെങ്കിലും വിദ്യാർത്ഥികൾ ആരും ഇംഗ്ലീഷിൽ സംസാരിച്ചില്ല എന്നതൊരു ആശ്വാസമായിരുന്നു. പുതിയ യൂണിഫോം ഒക്കെ ധരിച്ച് ഞാൻ ധൈര്യമായി അങ്ങനെ പിടിച്ചു നിന്നു. അന്ന് പ്രസിദ്ധനായ വിദ്യാഭ്യാസ ചിന്തകനും എഴുത്തുകാരനും സിനിമറ്റോഗ്രാഫറും പാമ്പ് പിടുത്തക്കാരനും ആർട്ടിസ്റ്റും ഒക്കെ ആയിരുന്ന ഫാദർ മഞ്ചിൽ SJ ആയിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹത്തിന്റെ മുറിയിൽ അന്ന് പാമ്പുകളും എലികളും മുയലുകളും ഒക്കെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. ഓഫീസ് മുറിക്ക് ഒരു കാഴ്ച ബംഗ്ലാവിന്റെ ദുർഗന്ധമുണ്ടായിരുന്നു. എനിക്ക് ആ ദുർഗന്ധം വളരെ ഇഷ്ടപ്പെട്ടു. എപ്പോഴും പെരുമ്പാമ്പിന്റെ മുഖത്ത് നോക്കി ഞാൻ ചിരിച്ചു കാണിക്കുമായിരുന്നു. ഹെഡ് മാസ്റ്റർ ആയിടെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുക, അവർ നല്ലവരാണ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അധ്യാപകരെയും മുതിർന്നവരെയും അന്നുവരെ ഭയന്ന് ജീവിച്ചിരുന്ന എനിക്ക് ആ പുസ്തകത്തിന്റെ തലക്കെട്ട് നന്നെ പിടിച്ചു. വിദ്യാർത്ഥികളെ സ്നേഹിക്കുക, അവർ നല്ലവരാണ്. ഞാൻ ഓർക്കട്ടെ, തിടനാട്ടെ ഹെഡ് മാസ്റ്റർ ആകട്ടെ എപ്പോഴും ചൂരൽ വടിയുമേന്തി ഒരു നായാട്ടുകാരനെ പോലെ മുറ്റത്ത് വിലസിയിരുന്നത് ഒരു ഞെട്ടലോടുകൂടിയാണ് ഈ വാർദ്ധക്യകാലത്ത് പോലും ഞാൻ ഓർക്കുന്നത്. തകർന്നുകൊണ്ടിരുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ അടുത്ത് എന്നെ ഒരിക്കൽ പിടികൂടി. ഉടനെ അദ്ദേഹം കൈ നീട്ടിപ്പിച്ചു, ചൂരൽ ഉയർത്തി. എൻ്റെ കൈപ്പടത്തിലെ തിരുമുറിവ് കണ്ടിട്ടായിരിക്കാം അദ്ദേഹം ചൂരൽ പിൻവലിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനോഹരമായ കണ്ണുകൾ ഇറക്കി എന്നോട് പൊയ്ക്കോ എന്ന് ആംഗ്യം കാണിച്ചപ്പോൾ ഞാൻ ജീവനം കൊണ്ട് ഓടി. എന്നാൽ കാഞ്ഞിരപ്പള്ളിയിലെ പുതിയ ഹെഡ് മാസ്റ്റർ ആകട്ടെ ഞങ്ങളുടെ സ്കൂളിന്റെ സ്ഥാപകനും കൂടിയായിരുന്നു. അദ്ദേഹം വിദ്യാർത്ഥികളെ സ്നേഹിക്കുക തന്നെ ചെയ്തു. എല്ലാവരെയും മനസ്സിലാക്കി, എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു. മിക്കവാറും എല്ലാ ദിവസവും സ്കൂൾ അസംബ്ലിയിൽ അദ്ദേഹം ആരെയെങ്കിലും അതിഥിയായി ക്ഷണിക്കുമായിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ മോട്ടിവേഷണൽ പ്രഭാഷണങ്ങളായി മാറി. എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്നത് 2 പൂർവ്വ വിദ്യാർത്ഥികളുടെ മോട്ടിവേഷണൽ പ്രസംഗങ്ങളാണ്. ഒരാൾ ഡോക്ടറായി കഴിഞ്ഞിരുന്നു, കണ്ണ് ഡോക്ടർ, ഒഫ്താൽമോളജിസ്റ്റ്. കണ്ണ് കീറി തുന്നിക്കെട്ടാനുള്ള ധൈര്യവും കെൽപ്പും താൻ നേടിയത് എങ്ങനെ എന്നൊക്കെ അദ്ദേഹം ഞങ്ങളോട് വിവരിച്ചു.
ആ പൂർവ്വ വിദ്യാർത്ഥിയോട് എനിക്ക് ബഹുമാനം തോന്നി. എനിക്ക് അദ്ദേഹത്തെ പോലെ പഠനത്തിൽ വിജയിക്കാനോ കീറിമുറിക്കാനോ തയ്ക്കാനോ ഒരിക്കലും കഴിയില്ലല്ലോ എന്ന് ഞാൻ ദുഃഖിച്ചു. പിന്നീട് വന്നത് IFS നേടിയ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. എൻ്റെ മനോശാന്തിക്ക് വേണ്ടി ഡോക്ടറാകുന്നതോ IFS നേടുന്നതോ ഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്നതോ ഒന്നും അത്ര വലിയ കാര്യമായി എടുക്കരുത് എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ജോലിക്കിടയിലും അദ്ദേഹം റഷ്യൻ ഭാഷയിൽ PhDക്ക് ഗവേഷണം നടത്തുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ആളിനെ അംഗീകരിച്ചു കൊടുത്തു. അദ്ദേഹത്തെ പോലെ ആകണമെന്ന് എനിക്കും തോന്നി. അങ്ങനെയുള്ള ഗവേഷണ താല്പര്യം എൻ്റെ ദിവാസ്വപ്നത്തിലും ഞാൻ ഉൾപ്പെടുത്തി. പിന്നെ പ്രസംഗിക്കാൻ വന്നത് മന്നത്ത് പത്മനാഭന്റെ മകളാണ്. ഞാൻ വിചാരിച്ചിരുന്നത് മന്നത്ത് പത്മനാഭൻ വാസ്കോഡി ഗാമ വരുന്നതിനൊക്കെ മുമ്പ് കേരളത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു എന്നാണ്. ആ മഹാനുഭാവന്റെ മകളെ നേരിൽ കണ്ടപ്പോൾ എൻ്റെ അജ്ഞതയിൽ ലജ്ജ കൊണ്ട് ചരിത്രത്തെ പറ്റിയും കാലത്തെ പറ്റിയും ഒക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് പ്രസംഗിക്കാൻ വന്നത് 2 സ്വാമിമാരാണ്. ഒരാൾ ആസ്ട്രോഫിസിക്സിനെ പറ്റിയാണ് സംസാരിച്ചത്, പ്രപഞ്ചത്തെ പറ്റി, പ്രകൃതിയെ പറ്റി, പ്രകൃതി മഹാസത്യത്തെ പറ്റി, ബുദ്ധനെ പറ്റി, ശങ്കരനെ പറ്റി മനോഹരമായ മലയാള ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചു. ഒന്നും മനസ്സിലായില്ലെങ്കിലും ആ സ്വാമിയെ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നു. ആ വർഷം ഞാൻ 6ാം ക്ലാസ്സിൽ തോറ്റുപോയി. ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെത്തി. എനിക്ക് ഒരു ചുക്കും മനസ്സിലായില്ലെന്ന ആണ് സത്യം. അങ്ങനെ തോറ്റു ലജ്ജിച്ചു തല താഴ്ത്തി കഴിയുകയായിരുന്ന ഞാൻ ഏതെങ്കിലും സന്യാസിയുടെ കൂടെ ഓടിപ്പോയാലോ എന്ന് പോലും ഓർത്തു. എൻ്റെ ഒരു ക്ലാസ്സിലെ ഒരു സഹപാഠി ഓടിപ്പോയി. അദ്ദേഹത്തെ ഒരിക്കലും പിന്നെ കണ്ടെത്തിയിട്ടില്ല ഇന്നും. പക്ഷെ എൻ്റെ പരാജയത്തിൽ ഒരു ഭാഗ്യം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. 6ാം ക്ലാസ്സിലെ തോൽവിയായിരുന്നു എൻ്റെ വിജയം. അതൊരു വിജയമാക്കി മാറ്റാൻ ഞാനും ശ്രമിച്ചു. തോറ്റ കുട്ടി എന്ന നിലയ്ക്ക് എൻ്റെ ഫാദറിനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം മുൻപിലിരിക്കെ ഹെഡ് മാസ്റ്റർ അച്ഛൻ എൻ്റെ സ്കൂൾ ബാഗ് പരിശോധിക്കാൻ തുടങ്ങി. ഞാൻ ആകെ നടുങ്ങി. കാരണം എൻ്റെ നോട്ട് ബുക്കുകൾ നിറയെ ഞാൻ ചിത്രങ്ങൾ വരച്ചിരുന്നു. വീടുകൾ, കൂടുകൾ, ആന, ചേന, കുതിര, കപ്പലുകൾ, ടാങ്കുകൾ, തോക്കുകൾ. 100 തോക്കുകളെങ്കിലും അച്ഛൻ കണ്ടുപിടിച്ചു. ഇത് ബംഗ്ലാദേശ് യുദ്ധകാലമാണെന്ന് ഓർക്കണം. പട്ടാളത്തിൽ ചേർന്നാലോ എന്നും ഞാൻ ആലോചിച്ചിരുന്നു. പുസ്തകങ്ങൾ ബാഗിൽ തിരിച്ചുകൊണ്ട് മഞ്ജുലച്ഛൻ എന്നെ ഒന്ന് നോക്കി. സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് എനിക്ക് നല്ല ബോധ്യമായിരുന്നു. എൻ്റെ ഫാദർ ഇരുന്ന് വിയർക്കുന്നത് കണ്ട് എനിക്ക് വേദന തോന്നി. അദ്ദേഹത്തെ നോക്കി അച്ഛൻ പറഞ്ഞു, ഇവൻ ഒരു കലാകാരനാണല്ലോ, ഇവനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് ആശ്വാസമായി. പോകാൻ നേരം അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി മുതൽ ടെക്സ്റ്റ് ബുക്കിൽ വരയ്ക്കാതെ മോൻ നല്ല കടലാസിൽ വരയ്ക്കും, നല്ല പടങ്ങൾ എന്നെ കാണിക്കണം. അന്നൊക്കെ ഊണിന്റെ സമയത്ത് സ്കൂൾ വരാന്തയിൽ ഇരുന്ന് മഞ്ഞളച്ചൻ ചിത്രങ്ങൾ മനോഹരമായി അനായാസേന വരച്ചു കൂട്ടുമായിരുന്നു. ഹെഡ് മാസ്റ്റർ എന്ന ഞങ്ങളുടെ കലാകാരൻ ചായം കൂട്ടുന്നതും രൂപങ്ങൾക്ക് ആഴവും വ്യാപ്തിയും വിദൂരതയും സാമ്യാവസ്ഥകളും സംരചന ചെയ്യുന്നതും ഞാൻ അടുത്തു നിന്ന് നിരീക്ഷിച്ചു, പഠിച്ചു. ധൈര്യമായി അച്ഛനോട് വാചകമടിച്ചു. ക്യാമറകളും ടേപ്പ് റെക്കോർഡറുകളും മറ്റും കുത്തു നിറച്ച് അച്ഛൻ്റെ ബാഗുകൾ ചുമക്കാൻ ഞാൻ താല്പര്യം കാണിച്ചു. തള്ളക്കോഴിയുടെ പിറകെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ കുറെ കുട്ടികൾ എപ്പോഴും ഹെഡ് മാസ്റ്ററെ പിന്തുടർന്നു. ഞാനും ആ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ വരച്ച ചിത്രങ്ങൾ അദ്ദേഹം ബുള്ളറ്റിൻ ബോർഡിൽ പലതവണ പ്രദർശിപ്പിച്ചു. ആ വർഷം ആനിവേഴ്സറി ചിത്രരചനാ മത്സരത്തിൽ ഞാൻ ചേർന്നു. വിഷയം
ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിതയിലെ ആദ്യ വരി, മലയപ്പുലയനാ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. ഞാൻ അത്ര നല്ല കലാകാരനൊന്നും അല്ലായിരുന്നു കേട്ടോ. പല രോഗങ്ങളും ഞാൻ രഹസ്യമായി വച്ചാണ് അന്ന് അതിജീവനം നടത്തിയത്. എൻ്റെ കൈ ചെറുതായൊന്ന് വിറയ്ക്കുമായിരുന്നു അന്ന് എന്നത് അധികം ആരും അറിഞ്ഞിട്ടില്ല. അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞ ഒരു സർജറിക്ക് ശേഷമാണ് ഞാൻ പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യനായി ആദ്യം ജീവിക്കുന്നത്. ചങ്ങമ്പുഴ കവിത ചിത്രീകരിക്കുന്ന മത്സരത്തിനിടയിൽ അടുത്തിരുന്നവർ വർണ്ണശബളമായി വാഴയും വാഴക്കൊലയും ദരിദ്രന്റെ മനോഹരമായ കുടിലും വരയ്ക്കുന്നത് കണ്ട് എൻ്റെ കൈ വിറച്ചു. എന്റെ ചിത്രത്തിൽ നിറങ്ങളെല്ലാം കലർന്ന് ഇരുണ്ട നിറമായി പോയി. എന്റെ വാഴ ഒരു കറുത്ത വാഴയായിരുന്നു. എല്ലാവരും നീലാകാശം കടലിൽ രചിച്ചപ്പോൾ എൻ്റെ ആകാശം ഇരുണ്ട് വന്നു. എല്ലാവരുടെയും ചിത്രങ്ങളിലും പകൽ ജ്വലിച്ചപ്പോൾ എൻ്റെ ചിത്രത്തിൽ രാത്രി. ഒടുവിൽ ഞാൻ ഒരു കടുങ്കൈ ചെയ്തു. രാത്രിയെ കൂടുതൽ രാത്രിയാക്കി, കൂടുതൽ ഇരുട്ടിച്ചു. ഒരു ചന്ദ്രബിംബം വരച്ചു ചേർത്തു. ചന്ദ്രന് കരയുന്ന കണ്ണുകളും ദുഃഖിതന്റെ ചുണ്ടുകളും നൽകി. എൻ്റെ ചിത്രത്തിനാണ് 1ാം സമ്മാനം കിട്ടിയത്. മലയാളം ഉപന്യാസത്തിനും എനിക്ക് 1ാം സമ്മാനം കിട്ടി. ആ വിജയത്തിലൊന്നും വലിയ കാര്യമില്ലായിരുന്നു കേട്ടോ. 6ാം ക്ലാസ്സിൽ തോറ്റ കുട്ടി കരഞ്ഞും പിഴിഞ്ഞുമാണ് 7ലേക്ക് ജയിച്ചത്. കണക്കിലും ശാസ്ത്ര വിഷയങ്ങളിലും എൻ്റെ നിസ്സഹായത എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾ ഭാഗവും കറ തീർന്ന ശാസ്ത്ര ജീനിയസുകൾ തന്നെയായിരുന്നു. അവരോട് അസൂയ തോന്നുന്നതിന് പകരം എൻ്റെ ഭാവി കലയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഞാൻ തുടങ്ങി. അമേരിക്കൻ ശൈലിയിൽ പറഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് ടു ഫോളോ മൈ ഓൺ ബ്ലെസ്. എൻ്റെ ആനന്ദം എൻ്റെ പരമാനന്ദം ആക്കുന്ന ആ വിദ്യ ഞാൻ അന്വേഷിച്ചു. അങ്ങനെയാണ് ചിത്രരചനയ്ക്കൊപ്പം എഴുത്തും തുടങ്ങിയത്. ആ വേനൽ അവധിക്കാലത്ത് ഞാൻ ഒരു കൂറ്റൻ അമേരിക്കൻ നോവലിന്റെ മലയാള തർജ്ജമ വായിച്ചിരുന്നു. ഭാഷയിലും സാഹിത്യത്തിലും ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സ്കൂൾ എന്ന പേരിൽ ഒരു ഉപന്യാസം എഴുതി തളിർ എന്ന മാസികയിൽ മേൽവിലാസത്തിൽ അയച്ചു കൊടുത്തു നോക്കി. ഈയിടെ നിര്യാതയായ സുഗതകുമാരി ആയിരുന്നു അന്ന് തളിര് എഡിറ്റ് ചെയ്തിരുന്നത്. 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രിയ പോസ്റ്റ്മാൻ കുഞ്ഞുകൊട്ടൻ ചിരിച്ചുകൊണ്ട് 10 രൂപയുടെ മണി ഓർഡർ കൊണ്ടുവന്ന് വീട്ടിൽ തന്നു. എൻ്റെ ഉപന്യാസം പ്രസിദ്ധീകരിച്ച തളിര് മാസിക ബന്ധുക്കളുടെ ഇടയിലും അയൽവക്കത്ത് പോലും കൈമാറി. അപ്പോഴേക്കും ഞാൻ സ്കൂളിൽ നിന്ന് മടങ്ങുന്ന വഴി മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കടയിൽ നിന്ന് വാങ്ങി ബസ്സിലിരുന്ന് വായിക്കുന്ന പതിവ് തുടങ്ങി. അക്കാലത്താണ് എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, ഈ ഖണ്ഡേക്കറുടെ യയാതി, TJS ജോർജിന്റെ ഹോജിമിന്റെ നാട്ടിൽ തുടങ്ങിയ പ്രധാന സാഹിത്യകൃതികൾ മാതൃഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതൊക്കെ ഞാൻ വായിച്ചു. ആയിടെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പല മുതിർന്നവരും എൻ്റെ സുഹൃത്തുക്കളായി മാറി. ഒരു കോളേജ് പ്രൊഫസറിനോട് തുല്യനെ പോലെ സംസാരിക്കാൻ തുടങ്ങി. ഹെഡ് മാസ്റ്റർ അച്ഛൻ സ്കൂൾ അസംബ്ലിയിൽ വീണ്ടും അതിഥികളെ സ്വീകരിച്ചു. വേറൊരു സ്വാമി വന്നു. ഒരു ഇടവേളയിൽ ആ സ്വാമി വിദ്യാർത്ഥികളെ പരിചയപ്പെടാൻ കാത്തുനിന്നു. ഞങ്ങളുടെയൊക്കെ അംബിഷൻ എന്താണ് എന്ന് ഞങ്ങളോട് ചോദിച്ചു. ഭാവിയിൽ ഒരു എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എഴുതിയത് വല്ലതും ഉണ്ടെങ്കിൽ കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ നോട്ട് ബുക്ക് കൊണ്ടുവന്ന് അതിൽ നിന്ന് ഒരു നുറുങ്ങ് കഥ കാണിച്ചു കൊടുത്തു. അത് ഉറക്കെ വായിക്കാൻ എന്നോട് പറഞ്ഞു. തെല്ലൊരു വിറയലോടെ ആണെങ്കിലും വരാന്തയിൽ നിന്ന് എൻ്റെ കഥ ഞാൻ ഉറക്കെ വായിച്ചു. കഥ കേട്ട ശേഷം സ്വാമി തൻ്റെ കാവിക്കുപ്പായത്തിൽ നിന്ന് 5 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. കഥ എഴുതിയ കടലാസും അദ്ദേഹം കീറി വാങ്ങി. പിന്നെ ആ കഥ
അദ്ദേഹം ഒരു നോട്ടീസായിട്ട് പ്രസിദ്ധീകരിച്ച് പലയിടത്തും കൊണ്ടും നടന്ന് വിതരണം ചെയ്തു. അന്ന് കോളേജിൽ പഠിക്കുകയായിരുന്ന എൻ്റെ ജ്യേഷ്ഠൻ എവിടെ നിന്നോ 5 പുസ്തകങ്ങളുടെ ഒരു സെറ്റ് വീട്ടിൽ കൊണ്ടുവന്നു. അവ ഓരോന്നും കാലക്രമേണ എൻ്റെ ജീവിതത്തിന് മാർഗം തെളിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവയാണ് ആ പുസ്തകങ്ങൾ. Thus Spake Zarathustra by Friedrich Nietzsche, Ethics by Benedict Spinoza, Utopia by Thomas More, Advancement of Learning by Francis Bacon, The Great Tragedies of William Shakespeare. അന്ന് ആ പുസ്തകങ്ങളുടെ തുകൽച്ചട്ടയും കടലാസിന്റെ മിനുസവും സുഗന്ധവും മാത്രമേ എനിക്ക് ആസ്വദിക്കാനായുള്ളൂ. ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ അന്നും വളരെ പിറകിൽ തന്നെ നിന്നു. കണക്കും സയൻസും പോലെ ഇംഗ്ലീഷും കഷ്ടിച്ച് ജയിച്ചു. ആയിടയ്ക്ക് കോളേജിൽ പഠിച്ചിരുന്ന പോൾ എന്നൊരു ചെറുപ്പക്കാരൻ ബസ്സിൽ വെച്ച് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം നിർബന്ധിച്ച് ബസ്സിൽ നിന്ന് ഇറക്കി എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അന്ന് പുള്ളിയുടെ ജന്മദിനമായിരുന്നു. അമ്മ പായസം വെച്ചിരുന്നത് എനിക്കും തന്നു. ആ വീട് നിറയെ പുസ്തകങ്ങളായിരുന്നു. എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ ചെന്ന് ഏത് പുസ്തകവും എടുത്തുകൊണ്ട് പോകാം എന്ന് കൃഷിക്കാരനായ അപ്പൻ എന്നോട് പറഞ്ഞു. ഞങ്ങളുടെ സംസാരത്തിൽ നിന്ന് ആ വീട്ടിലെ 2 സന്ദർശകർ വലിയ എഴുത്തുകാരായി തീർന്നുവെന്ന് എനിക്ക് മനസ്സിലായി. 1 പൊൻകുന്നം വർക്കി, 2 സക്കറിയ. അന്ന് സക്കറിയായുടെ പ്രാധാന്യം എനിക്കറിയില്ലായിരുന്നു. പിന്നീട് 1-2 കഥകൾ തപ്പിപ്പിടിച്ച് വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. എഴുത്തിന്റെ പാതയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന ബോധ്യം എനിക്കുണ്ടായി. മാതൃഭൂമി വിഷുപ്പതിപ്പ് എല്ലാ വർഷവും നടത്തിയിരുന്ന സ്കൂൾ കഥ കവിതാ മത്സരത്തിൽ പോളിന്റെ പ്രോത്സാഹനത്തോടെ ഒരു കഥ എഴുതി അയച്ചു. വിഷുപ്പതിപ്പ് വിജയികളൊക്കെയാണ് പിന്നെ മലയാളത്തിലെ വലിയ എഴുത്തുകാരായി വളർന്നത്. NS മാധവൻ, D വിനയചന്ദ്രൻ, സനൽ ഇടമറുക്, രമേശ് മേനോൻ തുടങ്ങിയ ഒരു നീണ്ട പട്ടികയുണ്ട്. അവിശ്വസനീയമെന്ന് പറയട്ടെ, എൻ്റെ കഥ സ്കൂൾ വിഭാഗത്തിൽ വിജയിച്ചതായി മാതൃഭൂമിയിൽ പരസ്യം വന്നു. പിറ്റേ ആഴ്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ഒരു ചിത്രത്തോടെ എൻ്റെ കഥ പ്രത്യക്ഷപ്പെട്ടു. 25 രൂപയുടെ ഒരു ചെക്ക് വീട്ടിലെത്തി. അന്ന് ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് പോലുമില്ല. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വായനക്കാരുടെ അനുമോദന കത്തുകൾ വന്നു. അങ്ങനെ ഒരു ചിരകാല സുഹൃത്ത് വലയമുണ്ടായി. പുതിയ ആശയങ്ങളെപ്പറ്റിയും തത്വശാസ്ത്രങ്ങളെപ്പറ്റിയും കേൾക്കാൻ തുടങ്ങി. ഞാൻ ദീർഘമായി ഡയറി എഴുതാൻ തുടങ്ങി. എഴുത്തിലൂടെ ചിന്തിക്കാൻ തുടങ്ങി. മഞ്ഞിലച്ഛൻ ആയിടെ ഒരു പ്രമുഖ എസ്റ്റേറ്റ് ഉടമയെ സ്കൂളിൽ പ്രസംഗിക്കാൻ വിളിച്ചു. എൻ്റെ കൊച്ചു മനസ്സിൽ ആ ധനികനെയും അദ്ദേഹത്തെ ക്ഷണിച്ച ഹെഡ് മാസ്റ്ററെയും ഞാൻ അന്നു മുതൽ വിമർശന ബുദ്ധിയാ നോക്കാൻ തുടങ്ങി. അതിന് കാരണം പറയാം. ഹൈറേഞ്ചിലെ തൻ്റെ എസ്റ്റേറ്റിൽ നിന്ന് ഒരു കൊച്ചു കരടിയെ വെടിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളുടെ സ്കൂൾ അസംബ്ലിയിലേക്ക് വന്നത്. നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല. തേൻ കരടി എന്ന വർഗമാണ്. ഒരു കുഞ്ഞ് പശുക്കുട്ടിയുടെ വലുപ്പം കാണും. വിരോധാഭാസം എന്ന് പറയട്ടെ, കരടിയുടെ ജഡം ജീപ്പിൽ നിന്ന് ചുമന്ന് അസംബ്ലി പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തിയ കുട്ടികളിൽ ഒരാളായിരുന്നു ഞാൻ. കരടിയുടെ ഒരു മുൻകാലിൽ പിടിച്ച് പൊക്കി തൂക്കി കൊണ്ടുവന്നപ്പോൾ എനിക്ക് വേദന തോന്നി. മൃതനായ കരടി വേദന നിറഞ്ഞ ഒരു ഷേക്ക് ഹാൻഡ് എനിക്ക് തന്നതുപോലെ തോന്നി. ആ മിണ്ടാപ്രാണിയുടെ നാവ് എന്തോ പറയാനെന്ന പോലെ വായിൽ നിന്ന് പ്രവഹിച്ചു, വാക്കും അർത്ഥവും പോലെ. ഒരു ക്രൂശിതനെ പോലെ ആ കരടി പ്ലാറ്റ്ഫോമിൽ കിടന്നു. ധനികനായ വേട്ടക്കാരന്റെ പ്രസംഗം തുടങ്ങി. ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. നിരപരാധിയായ ഒരു തെങ്ങിനെ
ഇടയ്ക്ക് തൻ്റെ തോക്കെടുത്ത് അദ്ദേഹം വെടിവെച്ച് തോക്കിന്റെ വെടിവെപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. പ്രസംഗം കഴിഞ്ഞ് കരടിയെ തിരിച്ച് കാറിന്റെ ഡിക്കിയിൽ കിടത്തി കൊടുത്തു ഞങ്ങൾ. ഉച്ചയൂണിന്റെ സമയത്ത് ഞങ്ങൾ പോയി ആ തെങ്ങിന്റെ മുറിവ് പരിശോധിച്ചു. ഈ ഓർമ്മ എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി തീർന്നു. പിന്നീട് വന്ന ചില പ്രസംഗകരും എന്നെ അതുപോലെ വേദനിപ്പിച്ചു, ധാർമ്മിക രോഷം കൊള്ളിച്ചു. എല്ലാം ഞാൻ ഡയറിയിൽ കുറിച്ചു വെച്ചു. മാനുഷാദ എന്ന് ചൊല്ലി വാൽമീകി രാമായണം രചിക്കാൻ കാരണമായത് ഇങ്ങനെ ഒരു നിമിഷമായിരുന്നല്ലോ എന്ന് പോലും ഞാൻ പിന്നീട് ചിന്തിച്ചു. താമസിയാതെ മഞ്ജുലച്ചൻ ഇംഗ്ലണ്ടിലേക്ക് സിനിമറ്റോഗ്രഫി പഠിക്കാൻ പോയി. ഇംഗ്ലണ്ടിൽ നിന്ന് മലയാള മനോരമയിൽ തുടർച്ചയായി തന്റെ സിനിമാ പഠനത്തെ പറ്റി അദ്ദേഹം എഴുതി. അച്ഛന് പകരം ഫാദർ MC ജോസഫ് SJ ആണ് പുതിയ ഹെഡ് മാസ്റ്ററായി വന്നത്. മഞ്ഞിലച്ചൻ സ്കൂളിൽ വളർത്തി വന്ന പെരുമ്പാമ്പിനെയും മുയലുകളെയും ഗിനിപ്പന്നികളെയും അദ്ദേഹം നാട് കടത്തി. ഹെഡ് മാസ്റ്ററുടെ ഓഫീസ് ശുഭ്രമാക്കി ധ്യാനാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. MC അച്ഛനെ പോലെ ശാന്തനും സൗമ്യനും സരളമാനസനുമായ ആരെയും ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്തത്. എനിക്ക് ഇംഗ്ലീഷ് ഒരു പിടിയുമില്ലല്ലോ എന്ന് പുള്ളിക്ക് മനസ്സിലായി കാണണം. അരികെ വിളിച്ച് സ്വന്തം ചിലവിൽ അച്ചടിപ്പിച്ച് ഒരു ചെറിയ വ്യാകരണ പുസ്തകം എനിക്ക് തന്നു. ഭാഷയെപ്പറ്റി ചില കാര്യങ്ങൾ ഇടയ്ക്കിടെ ചെവിയിൽ ഓതി. എന്റെ കോമ്പോസിഷൻ ബുക്കിൽ മുത്തുമണികൾ പോലെയുള്ള കയ്യക്ഷരത്തിൽ അത്ര കുറിച്ച് അദ്ദേഹം എന്നെ തിരുത്തി തിളക്കി. എന്റെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം രാവും പകലും പോലെ വ്യത്യാസപ്പെട്ടു. എന്റെ കഥകൾ പല മാസികകളിലും പ്രസിദ്ധീകരിച്ച് വരുന്നത് കണ്ട് അച്ഛൻ പതിയെ എന്നെ തത്വചിന്തയുടെ ലോകത്തിലേക്ക് ക്ഷണിച്ചു. കുരിശുമല ആശ്രമത്തിലേക്ക് താൻ കാൽനടയായി പോകാൻ തയ്യാറാവുകയാണ്, കൂടെ പോരുന്നു എന്ന് അച്ഛൻ എന്നോട് ഒരിക്കൽ ചോദിച്ചു. വേറെ ആരെയും ഞാൻ വിളിക്കുന്നില്ല എന്നും പറഞ്ഞു. ഞാൻ ഉടനെ സമ്മതിച്ചു. മാതൃഭൂമിയിൽ കഥ പ്രസിദ്ധീകരിച്ചതിനു ശേഷം എവിടെ പോകാനും എനിക്ക് വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നിരുന്നു. ധൈര്യമായി ഞാൻ യാത്രക്കിറങ്ങി. അച്ഛനോടൊപ്പം ഈരാറ്റുപേട്ടയിൽ നിന്ന് വെള്ളികുളം വരെ ബസ്സിൽ പോയിട്ട് പിന്നെ നടപ്പ് തുടങ്ങി. തൻ്റെ സൗമ്യമായ സ്വരത്തിൽ അച്ഛൻ ഓരോ തത്വജ്ഞാനികളെ പറ്റി എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. തെയാർദ്, ഷാർദാൻ, ഗബ്രിയൽ മാർസൽ തുടങ്ങിയ ഫ്രഞ്ച് ചിന്തകരിൽ അച്ഛന് താല്പര്യമുണ്ടെന്നറിഞ്ഞ് ഞാൻ നേരത്തെ അവരെ പറ്റിയൊക്കെ വായിക്കാൻ തുടങ്ങിയിരുന്നു. ജീവിതം എന്ന പ്രഹേളികയ്ക്ക് ഓരോ വ്യക്തിയും സ്വന്തമായ അർത്ഥവും മൂല്യവും കണ്ടെത്തണം, വേറെ അർത്ഥങ്ങളൊന്നും ഇല്ല എന്ന ആശയങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. ഇടയ്ക്ക് പാറകളിൽ കയറിയിരുന്ന് പുൽമേട്ടിൽ നിന്ന് ഉയരുന്ന സംഗീതം കേട്ടിരുന്നു. വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങളുടെ കാൽനട യജ്ഞം ഒരു പരാജയമായിരുന്നു. ഇടയ്ക്കിടെ കാറുകൾ വന്ന് നിർത്തി പറഞ്ഞിട്ട് സമ്മതിക്കാതായ ഞങ്ങളെ കയറ്റിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. വേണ്ട എന്ന് പറഞ്ഞിട്ടും സമ്മതിക്കാതായപ്പോൾ ഒരു തോൽവി സ്വീകരിച്ച് കാറിൽ കയറി ഞങ്ങൾ ആശ്രമം വരെ നേരെ പോയി. അച്ഛൻ്റെ സുഹൃത്തുക്കളായ സന്യാസിമാരെ എനിക്ക് പരിചയപ്പെടുത്തി. അന്ന് വൈകുന്നേരം വരെ ആകാശത്തിന്റെ സൗന്ദര്യം ഭൂമിയിലിരുന്ന് കല്ലിലും പുല്ലിലും കാറ്റിലും കണ്ടെത്തി ഞങ്ങൾ പിരിഞ്ഞു. സ്കൂളിലെത്തുന്ന മാതാപിതാക്കളുടെയും ചില വിദ്യാർത്ഥികളുടെയും ആഠ്യത്ത പ്രദർശനങ്ങളിലൊക്കെ അച്ഛന് ദുഃഖമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ സാഹിത്യത്തിലൂടെ ശുഷ്കമായ പ്രശസ്തി നേടാനോ മറ്റോ ആണോ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം ഉത്കണ്ഠ കാണിച്ചതായും എനിക്ക് തോന്നി. വായനയിലൂടെ യുക്തിചിന്തയിൽ ഞാൻ എത്തിച്ചേർന്നിരുന്നെങ്കിലും ഫാദർ MC ജോസഫ് SJയിൽ നിന്ന് അസാധാരണമായ വ്യക്തിപൂർണതയും
ശാന്തിയും ഞാൻ കണ്ടെത്തി. തത്വചിന്തയിൽ ഞാൻ കൂടുതൽ തൽപരനായി. താമസിയാതെ വീട്ടിൽ അലമാരിയിൽ പൊടി പിടിച്ചിരുന്ന മനോഹരമായ 5 പുസ്തകങ്ങളുടെ സെറ്റ് ഞാൻ എടുത്ത് മറിച്ചു നോക്കാൻ തുടങ്ങി. അവ മനസ്സിലാക്കാൻ നീണ്ട കോളേജ് വിദ്യാഭ്യാസം വേണ്ടി വരുമെന്നും എനിക്ക് വ്യക്തമായി. ആയിടെ അച്ഛന്റെ സഹോദരൻ ചരമമടഞ്ഞപ്പോൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി ചങ്ങനാശ്ശേരിയിലേക്ക് യാത്ര പോകാൻ അധ്യാപകർ എന്നെയാണ് തിരഞ്ഞെടുത്തത്. AKJMലെ അവസാന വർഷം ഞാൻ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും എൻ്റെ നേതൃശേഷിയുടെ വിശേഷം കാരണമാവാം ആരും ആ മഹാസംഭവം അറിഞ്ഞതുപോലുമില്ല. SSLC പരീക്ഷ അടുത്തു വരാറായപ്പോഴും 40 കുട്ടികൾ ഉണ്ടായിരുന്ന ബാച്ചിലെ ഏറ്റവും പിറകിൽ നിന്നൊരു വിദ്യാർത്ഥിയായിരുന്നു അപ്പോഴും ഞാൻ. എങ്കിലും കണക്കിലും സയൻസിലും എൻ്റെ ഗ്രാഹ്യം മെച്ചപ്പെടുത്തുന്നതിന് ശ്രമിക്കുന്നതിന് പകരം ഒരു നോവൽ എഴുതാനാണ് എൻ്റെ സമയം മുഴുവൻ ഞാൻ ചെലവാക്കിയത്. അന്നും ഞങ്ങളുടെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടിയിരുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA പാസ്സാവുക, അപ്പോഴേക്കും എഴുതി തെളിയുക, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ എഴുതുക എന്നൊക്കെ മനക്കോട്ട കെട്ടിയാണ് ഞാൻ അന്ന് മുന്നോട്ട് പോയത്. എൻ്റെ പക്ഷത്തു നിന്നുള്ള ഒരു വീഴ്ചയായി അത് ഞാൻ ഇന്ന് കണക്കാക്കുന്നു. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ പ്രീ ഡിഗ്രി കാലത്ത് എല്ലാവരും രാഷ്ട്രീയത്തിൽ ചേർന്നപ്പോൾ ലൈബ്രറിയിൽ പോയിരുന്ന് ഞാൻ വായിച്ചു, ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. നാട്ടിൽ ഒരാൾക്ക് ഒരു ടൈപ്പ് റൈറ്റർ വിൽക്കാനുണ്ടെന്ന് കേട്ടപ്പോൾ വീട്ടിൽ കരഞ്ഞു പറഞ്ഞ് ആ ടൈപ്പ് റൈറ്റർ വാങ്ങിപ്പിച്ചു. ആ 2 വർഷം കൊണ്ട് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു നോവൽ ടൈപ്പ് ചെയ്തെടുത്തു. പല സുഹൃത്തുക്കളെയും അധ്യാപകരെയും ഞാനത് കാണിച്ചു. 3rd ഗ്രൂപ്പിലായിരുന്നത് കൊണ്ട് നല്ല നിലയിൽ പാസ്സായി ഇംഗ്ലീഷ് BA പഠനത്തിന് ചെന്നൈ ലയോള കോളേജിൽ അഡ്മിഷൻ കിട്ടി. അതേസമയം എൻ്റെ ആത്മസുഹൃത്ത് പോൾ ചെന്നൈ IITയിൽ ഗവേഷണത്തിനെത്തി. അന്ന് ചെന്നൈയിൽ ഗുരു നിത്യ ചൈതന്യതി, സക്രിയ തുടങ്ങിയവരുമായി നിരന്തരം സമ്പർക്കമുണ്ടായി. ഞാൻ എഴുതിയ ലേഖനങ്ങളും കഥകളും ജപ്പാൻ, കുവൈറ്റ്, ഹോങ്കോങ്, ഫിലിപ്പീൻസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. എൻ്റെ പരിമിതികളൊക്കെ കൂടുതൽ മനസ്സിലായതോടെ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയി പഠിച്ചാലേ മുന്നോട്ട് വളരാനും ഒക്കൂ എന്നൊരു തോന്നൽ ബലമായി. AKJM സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മോട്ടിവേഷണൽ സ്പീച്ച് നടത്താൻ തിരിച്ചു വന്നതുപോലെ ലയോളയിലെയും പൂർവ്വ വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരുന്നു. പലരും അമേരിക്കയിൽ പ്രൊഫസർമാരായവരും CEO-മാരായവരും ഒക്കെ ആയിരുന്നു. ലയോളയ്ക്ക് പുറത്ത് IIT, തിയോസഫിക്കൽ സൊസൈറ്റി, ബ്രിട്ടീഷ് കൗൺസിൽ, അമേരിക്കൻ ലൈബ്രറി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പരിപാടികളിലും ഞാൻ നിരന്തരം പങ്കെടുത്തു. ലയോള കാലത്ത് തന്നെ പ്രസിദ്ധ എഴുത്തുകാരായ ആർതർ C. ക്ലാർക്ക്, ചിനുവ അച്ചേബെ, നസിം എസക്കിയൽ, അരുൺ ഷൗറി തുടങ്ങിയവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനും സാധിച്ചതോടെ സാഹിത്യ പ്രവർത്തനത്തിൽ മാത്രമാണ് എൻ്റെ ഭാവി എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ലയോള കോളേജിലെ അവസാന സെമസ്റ്ററിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനുള്ള ഇൻലാക്സ് സ്കോളർഷിപ്പിന്റെ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂവിൽ ഞാൻ വിജയിച്ചു. ഞാൻ ഡൽഹിയിലേക്ക് ഫൈനൽ റൗണ്ടിന് ഇന്റർവ്യൂവിന് പോകാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ഡൽഹിയിൽ താമസിച്ചിരുന്ന സക്കറിയ എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. പക്ഷേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നെ സ്വീകരിച്ചില്ല. ഇന്റർവ്യൂവിൽ എൻ്റെ പക്ഷത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് കാരണം എന്ന് ഇന്നെനിക്ക് തോന്നുന്നു. എഴുത്തുകാരനാകാനുള്ള തയ്യാറെടുപ്പായിട്ടാണ് ഓക്സ്ഫോർഡിൽ പോകാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ അവരോട് അവകാശപ്പെട്ടത്. പക്ഷേ ഓക്സ്ഫോർഡ് ഗവേഷകർക്കുള്ള സ്ഥലമാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ വിശ്വസനീയമായ വിധം ന്യായീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. 4 വർഷം മുമ്പ് ഇതേ സ്കോളർഷിപ്പ് നേടിയ അമിതാവ് ഘോഷ്
തന്റെ ഓക്സ്ഫോർഡ് പഠനത്തിനിടയിൽ എഴുതിയ നോവൽ ആയിടെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പുറത്തു വന്നിരുന്നെങ്കിലും ഞാൻ അത് അറിഞ്ഞിരുന്നില്ല. ഈ അടുത്ത കാലത്ത് അമിതാഭ് ഘോഷ് ജ്ഞാനപീഠം നേടിയത് നിങ്ങളൊക്കെ ഓർക്കുമല്ലോ. ഈ പരാജയത്തിൽ എനിക്ക് വലിയ ഇച്ഛാഭംഗം ഉണ്ടായെങ്കിലും ഇന്ത്യയിൽ എവിടെയും 2 വർഷം പഠിക്കാനുള്ള ചെലവുകൾ എല്ലാം എൻലാക്സ് ഫൗണ്ടേഷൻ വഹിക്കുമെന്ന് അറിയിച്ചുകൊണ്ടൊരു കത്ത് വന്നപ്പോൾ വളരെ ആശ്വാസമായി. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാൻ ഒരു പദ്ധതിയുമായി ഞാൻ ഉടനെ ഇറങ്ങിത്തിരിച്ചു. നോവലിന് പകരം ഇന്ത്യയിലെ സമകാലിക വിമോചന ചിന്തയെപ്പറ്റി ഒരു നോൺ ഫിക്ഷൻ ബുക്ക് എഴുതാനായിരുന്നു എൻ്റെ ഉദ്ദേശം. സുന്ദർലാൽ ബഹുഗുണ, രാജ്മോഹൻ ഗാന്ധി, ഇള ഭട്ട്, ജോർജ് ഫെർണാണ്ടസ്, അമൂൽ സ്ഥാപകൻ വർഗീസ് കുര്യൻ, ബീഡ് ഗ്രിഫിറ്റ്സ്, റൈമുണ്ടോ പണിക്കർ, സ്വാമി രംഗനാഥാനന്ദ തുടങ്ങിയവരെ ഒക്കെ ആ യാത്രയിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. 2 മാസത്തെ യാത്രയ്ക്ക് ശേഷം ഹരിദ്വാറിലും ഋഷികേശിലും ഒക്കെ പോയി നാട്ടിൽ കേടുകൂടാതെ തിരിച്ചെത്തി. ഉടനെ യാത്രയെ പറ്റിയുള്ള പുസ്തക രചനയിൽ ഞാൻ മുഴുകി. അപ്പോഴേക്കും വീട്ടിൽ ഇലക്ട്രിസിറ്റിയും എത്തിച്ചേർന്നു. ഗവേഷണ സ്വഭാവമുള്ള എഴുത്തിൽ എൻ്റെ അജ്ഞതയെക്കുറിച്ച് കൂടുതൽ ജ്ഞാനം ആ പുസ്തക രചനയിൽ നിന്നുണ്ടായി. ഗവേഷണ പഠനത്തിൽ എനിക്ക് അഭിരുചിയോ ഭാവിയോ ഇല്ലെന്ന് ബോധ്യമായതോടെ അമേരിക്കയിൽ നോവൽ രചനയിൽ MFA പഠനത്തിന് പോകാനുള്ള ശ്രമം തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് അമേരിക്കയിൽ MA അഡ്മിഷൻ കിട്ടണമെങ്കിൽ നാട്ടിൽ നിന്നൊരു MA ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. കാരണം അമേരിക്കയിലെ BA 4 വർഷമാണ്, 3 വർഷമല്ല. ഭാഗ്യത്തിന് ഒരു വർഷം പോലും നഷ്ടപ്പെടാതെ ഉടനെ പാലാ സെന്റ് തോമസ് കോളേജിൽ എനിക്ക് ചേരാൻ സാധിച്ചു. എൻലാക്സ് ഫൗണ്ടേഷൻ എല്ലാ ചെലവുകളും വഹിച്ചു. പാലായിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയ 3 ലേഖനങ്ങൾ വളരെ പ്രസിദ്ധമായ സ്പാൻ മാസിക പ്രസിദ്ധീകരിച്ചു. ഓരോ ലേഖനത്തിനും അന്നത്തെ കണക്കിന് എനിക്ക് 1500 രൂപ പ്രതിഫലം കിട്ടി. മനോരമയുടെ ദ വീക്ക് വീക്കലിയിൽ ഞാൻ തുടർച്ചയായി എഴുതാൻ തുടങ്ങി. MA പൂർത്തിയാക്കിയ ഉടൻ തിരസ്കാരങ്ങൾ നേടേണ്ടി വന്നെങ്കിലും അമേരിക്കയിലെ 2 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് MFA പഠനത്തിനുള്ള അഡ്മിഷൻ കിട്ടി. ഉടനെ ഞാൻ അമേരിക്കയ്ക്ക് പറന്നുവെന്ന് കരുതരുത്. അപ്രതീക്ഷിതമായ മറ്റൊരു തടസ്സം മുന്നിൽ വന്നു. കേരള യൂണിവേഴ്സിറ്റി എൻ്റെ ഡിഗ്രി 1.5 വർഷം തടഞ്ഞു വെച്ചു. ഒരു വെറും ചുവപ്പ് നാട പ്രശ്നമായിരുന്നു. പക്ഷേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് അമേരിക്കയിലെ എൻ്റെ ആപ്ലിക്കേഷൻ പാക്കേജ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവിടുത്തെ പ്രൊഫസർ, ഭാവിയിൽ ഒരു വിഖ്യാത നോവലിസ്റ്റായി തീർന്ന ജോൺ കീബിൾ ഇടപെട്ട് എൻ്റെ അഡ്മിഷൻ സാധുവാക്കി വെച്ചു. 1985 അവസാനം വൈസ് ചാൻസലർ ഹബീബ് മുഹമ്മദ് ഇടപെട്ടപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എൻ്റെ ഡിപ്ലോമ റിലീസ് ചെയ്തു. ജനുവരി ആദ്യ ആഴ്ചയിൽ അങ്ങനെ ഈസ്റ്റേൺ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എത്തി മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പഠനം ആരംഭിച്ചു. എനിക്ക് അവർ തന്ന സ്കോളർഷിപ്പിന്റെ ഭാഗമായി ഒരു ഇംഗ്ലീഷ് ക്ലാസ് പഠിപ്പിക്കുന്ന പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണെന്ന് മനസ്സിലായപ്പോൾ തെല്ലൊരു ഭയം തോന്നി. എങ്കിലും പാരലൽ കോളേജിലും പോലും പഠിപ്പിച്ച് പരിചയമില്ലാതിരുന്ന ഞാൻ അമേരിക്കയിലെത്തി 6-ാം ദിവസം 22 അമേരിക്കൻ വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിനെ അഭിമുഖീകരിച്ചു. ഒരുവിധം നന്നായി ആ സെമസ്റ്ററിൽ പഠിപ്പിക്കാനും കഴിഞ്ഞു. എൻ്റെ പഠനത്തിന്റെ ഭാഗമായി എല്ലാ ക്ലാസ്സുകളിലും കഥകളും നോവലുകളും കവിതകളും ഒക്കെ എഴുതുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊഫസർമാർ ലെക്ചർ ചെയ്യില്ല, പരീക്ഷയിട്ടില്ല, പാഠപുസ്തകം പോലും മിക്ക ക്ലാസ്സുകളിലും ഇല്ലായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും ഒരു പുതിയ കഥ എഴുതിക്കൊണ്ട് ചെല്ലണം, അത്രമാത്രം. എല്ലാവരും വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്യും, തിരുത്തും, പുതുക്കും, ശണ്ട കൂടും. അന്ന് ഞാൻ എഴുതിയ കഥകളൊന്നും അവിടെ പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ല.
പതുക്കെ പതുക്കെ എൻ്റെ കഥകളുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. നീണ്ട കഠിനാധ്വാനവും ചിന്തയും വായനയും പുനർവായനയും ഇനിയും വേണ്ടി വരുമെന്ന് എനിക്ക് വ്യക്തമായി. ഭാവിയുടെ ഗതി മുൻപിൽ കണ്ടുകൊണ്ട് MFA കഴിയുമ്പോഴേക്കും PhDക്ക് ചേരാനുള്ള ശ്രമങ്ങൾ നേരത്തെ തുടങ്ങി. അമേരിക്കയിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ടായിരുന്നിട്ട് പോലും സ്കോളർഷിപ്പോടെ ഒരു PhD അഡ്മിഷൻ നേടിയെടുക്കാൻ വളരെ ശ്രമിക്കേണ്ടി വന്നു. ഒടുവിൽ പല തിരസ്കാരങ്ങൾക്ക് ശേഷം ഒടുവിൽ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ഡക്കോട്ട എനിക്ക് 5 വർഷത്തെ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് നൽകി. ഓരോ വർഷത്തിലും പകുതിയിലധികം സമയം മഞ്ഞിൽ മരവിച്ച് കിടക്കാറുള്ള ആ വിജനതയിൽ 3.5 വർഷം കൊണ്ട് ഞാൻ ഡോക്ടറേറ്റ് പഠനം പൂർത്തിയാക്കി. പിന്നെയുള്ള സമയം അവിടെ തന്നെ ലെക്ചററായി തുടർന്നു. 1993 33 വയസ്സിൽ ബ്രാഡ്ലി യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി എനിക്ക് നിയമനം കിട്ടി. ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം കിട്ടുമോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. യൂണിവേഴ്സിറ്റികളെല്ലാം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഭരണം ഞങ്ങളുടേതുപോലെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ വിദേശത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. കോവിഡ് പ്രതിസന്ധിയുടെ ഭാഗമായി കടുത്ത സാമ്പത്തിക ഞെരുക്കം ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഈ വർഷം പുതിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 30% കുറവാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് തുടങ്ങിയതോടെ യൂണിവേഴ്സിറ്റി റിട്ടയർമെന്റ് പാക്കേജ് ഓഫർ ചെയ്തു. 120 പ്രൊഫസർമാരും സ്റ്റാഫും നേരത്തെ റിട്ടയർ ചെയ്തു. ഭാവി എങ്ങനെയാണെന്ന് ആർക്കും പിടിയുമില്ല. പല ചെറിയ കോളേജുകളും ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു കണക്ക്. മുഖ്യമായിട്ടും കോവിഡ് കാരണമല്ല, ഇവിടുത്തെ ജനസംഖ്യയിലുണ്ടായ മാറ്റങ്ങളും ഒക്കെയാണ്. So that is the gist of my story. I have spoken for about 1 hour, I think. I have actually written this whole story in about 300 pages, most of which have been published over the years in various journals. I want to say that I have no complaints about life. I received more than what I deserved. I received so much from family, friends, strangers, and from so many great people who had no reason to help me along at all. I remember when I started talking about my plan to travel all over India to write a book, a complete stranger handed over to me his brand new tape recorder. Those days, tape recorders were rare and very expensive. Another person dipped deep into his pocket and handed over to me 1,000 rupees, no questions asked. My father gave me 3,000 rupees. On the way of my travels, so many people helped me, so that when I came home, I still had $3,000 rupees left with me. People gave and gave and gave. That is my experience. As you can see, I was just an ordinary boy, maybe less than ordinary, less than average, and it has been a challenge for me to identify the trajectory of my studies and my career. For the last 28 years, I have been a tenured professor of English in America. I myself find it hard to believe. In the past 20 years, say ever since 9/11 terrorist attacks in New York and Washington, D.C., America has been changing. In many ways, America is changing for the better. But in the past 4 years, you know what happened because of one man.
You also know that in a few hours, one woman with the name Kamala Devi Harris, is going to be sworn in as the Vice President of the United States of America. The first woman to reach anywhere near that position. Kamala's mother, Shyamala Gopalan, left India to study in America when she was only 19 years old. See what happened to her daughter. I have looked for a pattern discernible in my own story. If there is a pattern, it starts with a young boy who was going to fail miserably, who was wired for failure. But he was saved by books, saved by reading, writing, friendship. And early on, he decided to follow his bliss. No one said to him, no. That's my story. Thank you so much for listening to me. As I said before, it has been a privilege. I apologize for feeling diffident about talking about my career trajectory. I thoroughly enjoyed preparing for it. I will gladly take your questions. Thank you. Thank you, sir. As you said, now it's time for the interaction. If you have some questions, you can move forward and can ask your questions. You may also write your questions in the chat. You could write in Malayalam or English, no problem. Hello, sir. I'm Anu. I'm a PG final year student. My question is related to American Dream. Question is, does American Dream have relevance in contemporary American literature and American society? Thank you, Anu. Thank you, Anu. That's a very big question, very intelligent question. That question is worth a PhD thesis. But I have to say that American Dream is a stunt. The term American Dream is like a commercial stunt, like God's Own Country. Somebody invented it and promulgated it. And it is a part of the advertising genius of the modern age. American Dream is not a good dream. If you think about it, it is the dream that you have the right to be unequal. You have the right to accumulate wealth and there should be nobody to stop you. Everybody wants to be a millionaire, have big houses, etc. American belief is that everybody is equal, but the idea of American dream is that everybody is not equal. So that is the great paradox of modern society. And it is manufactured in America, and the Americans very successfully marketed it all over the world as part of globalization. So I am very critical of it. I never use it, although early on I wrote an essay called My American Dream, but then I was a stupid person. I have grown up now. Do you have a follow-up question, Anu? No, sir, that's it. If you
if you want to correspond with me, I can send you articles that might help you further your study of this very theoretical question. It's a question relevant to literary theory, relevant to the political unconscious, critical theory, etc. Okay, sure. Okay, sir, sure. It will be really useful for us. Okay. Thank you, sir. You could send, I will post my email address right here, tpalakeel@yahoo.com. So I have access to a lot of research materials, and I'm always happy to help. I have contact with lots of students, researchers, etc. Thank you, sir. We are moving on to another question. Please. Hello, sir. I'm Tommy. I'm also a postgraduate student. And my question is, could you please explain the further educational possibilities for postgraduate students in United States and how to get a scholarship for research studies? The first step for preparing for graduate work, in America it is called a graduate work, not postgraduate. Graduate school, graduate work, is to write the GRE examination, graduate record examination. You can do it online. And for students from abroad, American universities require the scores of the test of the English language. It is called a TOEFL. TOEFL. Again, if you email me, I can send you more details about it. So you need those two exam scores. They expect that you you are able to write well. So they will ask for a sample of your research writing, say a writing sample of about 10 pages. And sometimes they will ask you for a short essay explaining your purpose of study. Remember, in my talk, to go to Oxford, I claimed that I wanted to be a great writer, and Oxford said we don't educate writers, we only educate scholars, researchers. So you have to have a clear idea what you want to study and identify the best universities for that study, that particular course. I will warn you that right now things are very bad. I blame Trump. It might improve with Biden. I am very excited. In just a few hours, history is going to be made. So keep yourself in touch with these matters. You could always write to me. I am willing to respond. So the number one step is deciding what you want to study. And where you want to study. There are a lot of universities of various kinds. Getting into a place like Harvard or Yale, Princeton is possible, but I have been able to do it. I tried at places like that. Because for graduate study, they assume that you know French, German, maybe Latin and Greek. So they are expecting a person with a lot of preparation for scholarly work, which I did not have. That's why they would not take me for Oxford. So
do some homework. When I was preparing, there was no internet. I would write letters to every university asking for details. They will mail me books, articles. I remember getting a book catalog from Fordham University in New York City. I looked at the list of names of professors of philosophy, English, etc. And on top of the list of professors of philosophy was John B. Chettimattam. I loved it. So that was the first proof I had that a Kerala guy could possibly get a professorship if you worked very hard. So look around. With the internet, you should be able to get a lot of information. There won't be any problem. As I said, I am available. Thank you. Do you have follow-up questions? No, Hello? sir, thank you. No, sir, thank you. Yeah. I will also add that without getting a scholarship, which means you will be teaching a class in English. So getting some teaching experience may be a very good idea. Teach in a parallel college somewhere. I had not done any of those. So I was trembling, but it all worked out well. You know, I made it part of my charm. It is a long undertaking, but if you want to do it, you can do it. Sure, sir, sure. Okay. So we have a request. Could you please give us some online lectures for literature students? You mean online lectures of my lectures or lectures by others? So your lectures. You know, I may have told you that in America, we do not lecture. What we do is, say, for instance, in my Literatures of Asia class, I would assign, say, 3 chapters of the Bhagavad Gita. They would read in advance, and we'll sit in a circle. I will ask them what they thought, and they will talk. Often they will talk among themselves. I will prod them a little bit. I might provoke them. At times I might go on a harangue of my own. I also provide extensive written notes on the websites. So for every class, I create a website with plenty of materials. So I don't usually have an opportunity to give a 1-hour lecture. We never do that. However, please search YouTube and you'll see Harvard University and Yale University, and even other universities have extensive archive of their lectures. At Harvard, they actually lecture because the professors are like gods there. They do not really teach students. PhD students do the teaching. The professors just come and give a lecture, a 1-hour lecture. So those lectures are online. You will see, and I can send you some links if you want, and I have saved some of them also. But the thing about Harvard is they will hire only professors who are leaders in the field. For instance, Stephen Greenblatt is the department chair.
Stephen Greenblatt is the ultimate English scholar right now. Shakespeare scholar, founder of New Historicism, etc. So that's how the first tier universities operate. Again, if you will let me know which area you are interested, I can send you a link to lectures. I do have some lectures online, but I don't know whether they would be intelligible to you without the context of the class, because half of the time students are talking. Do you have other questions? No, sir. Thank you for taking time to answer our questions. Oh, it is a pleasure. No, sir, questions are over. Please. So questions are over. Oh, okay, okay. So what should I do now? Hi, sir. We have come to the end of our session, in fact. Now we are going to conclude. Okay, thank you. Is that you? Dr. Diwakar? Goodbye and thank you. Goodbye. Thank you, sir. Okay, so thank you so much. Okay, pleasure and information I would like to switch to my mother and conclude or to express my gratitude to ask you for the day. Because the very and was before that. I didn't after the kind of Malayalam which experience sharing. ഞാൻ അല്പം ആളുകളുമായിട്ട് നടക്കാൻ അന്നൊരു കാഴ്ച കണ്ട് അല്പം മാറി മാറുന്ന എക്സ്പ്രസ് അപ്പൊ കൂടെ പക്ഷേ ചോദിച്ചിട്ടുണ്ടാവും ഇത് എന്താണെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും പിന്നീട് തുടർന്ന് മനസ്സിലായി ആറാം ക്ലാസ്സിന്റെ ഷിഫ്റ്റ് അദ്ദേഹം റൂമിൽ നമ്മൾക്ക് ഒരുപാട് എലി പോലെ അതിന്റെ ഗന്ധം നമ്മളോട് പറയുന്നത് എനിക്ക് തോന്നുന്നു സെൻസിൽ കാണുന്നവരാണ് ഇതൊരു സെൻസ് അദ്ദേഹം ജീവിതത്തെ മാറ്റി ഇത് ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നമുക്ക് ലഭിച്ചത്. സോ വി ഹാവ് everybody of our heart we like to express our gratitude and our love speaker of the day. Thank you so much. And now Ms. Anshuli, Assistant President of the Department of Education for the Board of Management. Respected Dr. Thomas Palakeel, Associate Professor of English, Graduate USA, Dr. Palakeel, Manager, Master of College, Dr. Principal, Dr. Palakeel, Mr. Head of the Department of English, Professor of teachers and students. On behalf of the Department of English, the Arts and Science College, I feel important to take this opportunity to especially express my deep regards and gratitude to our resource person, Dr. Thomas Palakeel, Associate Professor of English, Graduate University, USA, who spared the time on his busy schedule to grace the 13th edition of Conflux of High Fliers. He started his session with the description of experience of nature and art. Later, he came to the idea that motivation is the reason. He became able
towards achieving your goals. Thank you so much, sir. I would like to extend my humble thanks to Reverend Father Dr. Palakeel for his constant support and encouragement. Thank you, Father. I will take this opportunity to propose my gratitude to Dr. Thomas Principal for always encouraging us and providing opportunities to organize such innovative practices to inspire the students and help them to follow high dreams and achieve better results in life. Thank you, sir. Let me extend my sincere gratitude to Reverend Father Tony Alvarez, Vice Principal, for his abiding motivation and encouragement. Thank you, Father. I will especially thank Mr. Abdul Father, Head of the Department of English, for his unfortunate support and confidence. Thank you, sir. My deep sense of appreciation and gratitude also goes to Mr. Cyrus Matthew, coordinator of the program, Professor Rosina Davis, teachers, and students of the Department of English for their effort and collaboration. Thank you. Once again, I thank you all for being with us this time. Thank you. On behalf of everybody, I would like to express our gratitude and love to Ms. Sanchi Waki, Assistant Professor from the Department of English and Economics. Now, as we have come to the end of this session, and remember, this is not only going to Conflux of High Fliers, in fact, all just also Conflux of High Fliers will be soon back with many more editions to enrich our mind, enrich our soul. Once again, thank you so much, and dear Georgie sir, thank you so much for being with us. And like once again, thank you everybody, thank you so much. We will continue with our courses, and the students, please move back to your classes. Thank you so much. Thank you. Uploading in the mail. I will edit